Welcome to Geeta's Bhakti Geetam. One day, one slogam. Srimad Mahabhagavata Mahatmyam. 388th day. Today's 78th sloka of 5th chapter. For details, please see the description box. Geeta's Bhakti Geetam. ഒരു ദിവസം ഒരു ശ്ലോകം ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 388 ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 78ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 5ാമത്തെ അധ്യായത്തിലെ 78ാമത്തെ ശ്ലോകം. ഓം തത്സത്. ഏവം മുക്ത്വാ യയുഃ സർവേ വൈകുണ്ഠം ഹരികീർത്തനാ ശ്രാവണേ മാസി ഗോകർണ കഥാമൂജേ തഥാ പുനഃ. ഏവം മുക്ത്വാ യയുഃ സർവേ വൈകുണ്ഠം ഹരികീർത്തനാ ശ്രാവണേ മാസി ഗോകർണ കഥാമൂജേ തഥാ പുനഃ. ഓം തത്സത്. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ശ്രീഹരി കീർത്തനം ചെയ്യുന്ന ആ ഹരിദാസന്മാർ, വിഷ്ണുദൂതന്മാർ വൈകുണ്ഠത്തിലേക്ക് പോയി. വൈകുണ്ഠത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെയും കൂട്ടിയിട്ട് ദുന്ദുകാരിയുടെ പ്രേതം അദ്ദേഹവും അപ്പോൾ വിഷ്ണുദൂതനായി ചമഞ്ഞു, ഹരിദാസനായി ചമഞ്ഞു, ഹരിദാസനായി മാറി. എല്ലാവരും ചേർന്ന് വൈകുണ്ഠത്തിലേക്ക് ഇപ്രകാരം ഗോകർണന് മറുപടി പറഞ്ഞിട്ട് പോയി. അപ്പോൾ ശ്രവണത്തിനും മനനത്തിനുമുള്ള വ്യത്യാസം കൊണ്ടാണ് ഇങ്ങനെ ലഭിച്ചത്, ഇങ്ങനെയുള്ള മാറ്റമുണ്ടായത് ഭക്തജനങ്ങൾക്ക് എന്ന് മനസ്സിലായ ഗോകർണൻ എല്ലാവർക്കും ആ വൈകുണ്ഠപ്രാപ്തി ലഭിക്കുവാൻ വേണ്ടി വീണ്ടും ശ്രാവണേ മാസി, ചിങ്ങമാസത്തിൽ ഈ ശ്രീമദ് മഹാഭാഗവത കഥ വീണ്ടും ഒരിക്കൽ സപ്താഹമായിട്ട് അദ്ദേഹം നടത്തി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഹരിദാസന്മാരോട്, വിഷ്ണുദൂതന്മാരോട് ഗോകർണൻ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ദുന്ദുകാരിക്ക് മാത്രം ഇപ്രകാരം വൈഷ്ണവപദം ലഭിച്ചത്, വൈകുണ്ഠപദം ലഭിച്ചത്? മറ്റൊരുപാട് ഭക്തന്മാരും മഹാത്മാക്കളും ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവർക്കൊന്നും എന്തുകൊണ്ടാണ് ലഭിക്കാഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്, കഥാശ്രവണത്തിലുള്ള വ്യത്യാസമാണ്, ശ്രവണത്തിലുള്ള വ്യത്യാസമാണ് അതിന് കാരണം എന്ന്. അപ്പോൾ ആ ശ്രവണത്തിലുള്ള വ്യത്യാസം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ശ്രദ്ധയോടുകൂടി കേൾക്കുവാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു പ്രാവശ്യം ഇദ്ദേഹം ശ്രീമദ് മഹാഭാഗവത സപ്താഹം നടത്തി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്രവണത്തിൻ്റെ വ്യത്യാസം പല സ്ഥലത്തും വർണ്ണിച്ചിട്ടുണ്ട്. ഒരു കഥ കൂടിയുണ്ട് ശ്രവണത്തിൻ്റെ വ്യത്യാസത്തിന്. ഒരു രാജാവിൻ്റെ സന്നിധിയിൽ ഒരു മഹർഷി 3 തലയോടുകൾ കൊണ്ടുപോയിട്ട് ഇതിൽ ആർക്കാണ് ഏറ്റവും ശ്രവണശക്തി, വിവേകം, പാണ്ഡിത്യം എന്ന് പറയണം എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ആർക്കും ഒന്നും പ്രവചിക്കാൻ കഴിഞ്ഞില്ല അത്രേ. അപ്പോൾ അവിടെ വന്ന ഒരു മഹാത്മാവ് ഒരു ഈർക്കിൽ കൊണ്ടുവരുവാൻ പറയുകയും ആ ഈർക്കിൽ ആദ്യത്തെ തലയോടിൻ്റെ ചെവിയിലൂടെ ഇട്ടപ്പോൾ ഈ ചെവിയിലേക്ക് കൂടി പുറത്തു വന്നു. അപ്പോൾ ഇവനാണ് ഏറ്റവും മൂർഖൻ, അതായത് ബുദ്ധി കുറഞ്ഞവൻ എന്നും. രണ്ടാമത്തേത് ഇട്ടപ്പോൾ ചെവിയിലേക്ക് കൂടി ഇട്ടപ്പോൾ അത് വായിലേക്ക് കൂടി വന്നു. ഇവൻ മധ്യമൻ, അതായത് അധമനായിട്ടുള്ള ശ്രവണം ആദ്യത്തെ ആൾ, ഇപ്പോൾ മധ്യമമായിട്ടുള്ളത്. പിന്നീട് ഇട്ടപ്പോൾ അത് ചെവിയിൽ നിന്നും നേരെ ആ ഈർക്കിൽ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു അത്രേ. ഇദ്ദേഹമാണ് ഉത്തമനായ ശ്രവണം എന്ന് പറഞ്ഞത്രേ. അതായത് ഏതും കേട്ടിട്ട് ഈ ചെവിയിലേ കേട്ട് ആ ചെവിയിലേ വിട്ടാൽ അതിന് ഒരു ഫലവുമില്ല. അത് കേട്ട് അത് എഴുതി വയ്ക്കുകയും പിന്നീട് വീണ്ടൊരു അവസരത്തിൽ പറയുകയും ഒക്കെ ചെയ്യുന്നവർ മധ്യമമായിട്ടുള്ള കേൾവിക്കാർ. അത് കേട്ട് അത് ഉള്ളിൽ എടുത്ത് ഉള്ളിൽ നിന്ന് എപ്പോഴും മനനം ചെയ്തുകൊണ്ട് അതേപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ട് അതിനെ മനനം ചെയ്യുന്ന
ഭക്തന്മാർ ഉത്തമമായിട്ടുള്ള ശ്രോതാക്കൾ എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഈ ഉത്തമമായിട്ടുള്ള ശ്രോതാക്കൾക്കാണ് വിഷ്ണുപദം ലഭിക്കുക എന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് നന്മ ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ഗോകർണൻ ആ ചിങ്ങമാസത്തിൽ വീണ്ടും ഒരു തവണ ശ്രവണം നടത്തി ഭാഗവത സപ്താഹം നടത്തി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അത് നടത്തിയപ്പോഴുണ്ടായ അത്ഭുതങ്ങൾ അടുത്ത ശ്ലോകങ്ങളിലായിട്ട് വിവരിക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. ഏവം മുക്ത്വാ യയുഃ സർവേ വൈകുണ്ഠം ഹരികീർത്തനാഃ ശ്രാവണേ മാസി ഗോകർണ കഥാമൂജേ തഥാ പുന എന്ന് പറഞ്ഞാൽ വീണ്ടും. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.